മൂന്നാം ലോക യുദ്ധത്തിന് വഴിവെക്കുമെന്ന ആശങ്ക ഉയർത്തിയ ഇറാൻ അമേരിക്ക സംഘർഷത്തിന് അയവ് വന്നിരിക്കുന്നു. ഇറാനെ ആക്രമിക്കാൻ സർവ്വസന്നാഹവുമായി യുദ്ധക്കപ്പലുകൾ നീങ്ങിത്തുടങ്ങിയിരുന്നു. പ്രത്യാക്രമണം പേടിച്ച് അമേരിക്ക ഖത്തറിലെ സൈനികരെയും ഒഴിപ്പിച്ചു. പൊടുന്നനെ ഒരു സ്വിച്ചിട്ട പോലെ സംഘർഷം കുറഞ്ഞു. ഇറാൻ പ്രക്ഷോഭത്തിന്റെ മുഖം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഇർഫാൻ സോൾട്ടാനിയുടെ വധശിക്ഷ മാറ്റിയതും ഇറാനെ ആക്രമിക്കില്ല എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതും മണിക്കൂറുകളുടെ വ്യത്യാസത്തിലാണ്. ഇറാനിൽ പെട്ടെന്ന് പ്രക്ഷോഭം കുറഞ്ഞു എന്നാണ് റിപ്പോർട്ട്. ഇന്റർനെറ്റ് സേവനം റദ്ദു ചെയ്ത രാജ്യത്ത് നിന്ന് സത്യാവസ്ഥ അറിയാൻ പ്രയാസമാണ് എന്നതും ഓർക്കണം. എങ്കിലും അങ്ങനെ പ്രതിഷേധം പെട്ടെന്ന് തണുത്തു എന്ന് തന്നെ വിശ്വസിക്കാം. പക്ഷേ ജനങ്ങൾ തെരുവിൽ ഇറങ്ങിയത് അവരുടെ ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടിയാണ്. ഇറാന്റെ നാണയമായ റിയാൽ കൊണ്ട് അവശ്യ വസ്തുക്കൾ പോലും വാങ്ങാനാകാത്ത സാഹചര്യമുണ്ടായി. ജനങ്ങൾ ഉയർത്തിയ ആവശ്യങ്ങളിൽ പരിഹാരമാകാതെ പ്രക്ഷോഭം അവസാനിക്കുമോ? അതോ പ്രക്ഷോഭത്തെ നേരിടുന്ന രീതിയിൽ ഇറാൻ ഭരണകൂടം മാറ്റം വരുത്തിയോ? പ്രക്ഷോഭകരെ നേരിടാൻ ഇറാഖിൽ നിന്ന് പോരാളികളെ എത്തിക്കുന്നതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു. തീർത്ഥാടകർ എന്ന പേരിൽ 50-ലധികം ബസ്സുകളിലായി സായുധ സംഘങ്ങൾ ഇറാനിൽ എത്തിയെന്ന് അതിർത്തിയിലെ സൈനികരെ ഉദ്ധരിച്ച് വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. ഇതൊക്കെ പരിഗണിക്കുമ്പോൾ സ്വാഭാവികമായി ചില ചോദ്യങ്ങൾ ഉയരാം. എന്താണ് ഇറാനിൽ സംഭവിക്കുന്നത്? അമേരിക്ക പൊടുന്നനെ ഇറാനെതിരായ നിലപാട് മാറ്റിയത് എന്തുകൊണ്ടാണ്? നേരത്തെ പറഞ്ഞതുപോലെ ഇറാനിൽ എന്തൊക്കെ നടക്കുന്നു എന്ന് കൃത്യമായി അറിയുന്നതിന് പരിമിതിയുണ്ട്. സ്റ്റാർലിങ്ക് നെറ്റ്വർക്ക് വഴി ഇറാനിലുള്ള അന്താരാഷ്ട്ര വാർത്താ മാധ്യമ പ്രതിനിധികൾ അയക്കുന്ന ചുരുക്കം വിവരങ്ങൾ വെച്ച് ചില അനുമാനങ്ങളിൽ എത്തിച്ചേരാം എന്നേ ഉള്ളൂ. എന്നാൽ അമേരിക്കൻ നിലപാടിലെ മാറ്റം, അതിന്റെ കാരണങ്ങൾ ഇവ കൂടുതൽ വ്യക്തമാണ്. ആദ്യത്തെ കാരണം, ഇറാൻ എന്ന രാജ്യം അമേരിക്ക ഇതുവരെ നേരിട്ടിട്ടുള്ള മറ്റു രാജ്യങ്ങളെ പോലെ അല്ല എന്നത് തന്നെയാണ്. വലിയ പോരാട്ട വീര്യം ഉള്ളവരാണ് ഇറാനികൾ. പാശ്ചാത്യ രാജ്യങ്ങളുടെ ഉപരോധം വന്നതോടെ ഇറാനിൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായി. അമേരിക്കയും ഇസ്രായേലും ഇറാന്റെ ആണവ നിലയങ്ങളിൽ ബോംബിട്ടു. ഏറ്റവും ഒടുവിൽ പൊതുജന പ്രക്ഷോഭവും. ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉള്ളപ്പോഴാണ് ഉടൻ ആക്രമിക്കും എന്ന അമേരിക്കയുടെ ഭീഷണിയും വരുന്നത്. പക്ഷേ ഒരിക്കൽ പോലും ഭയത്തിന്റെ ഒരു ലാഞ്ചന പോലും ഇറാൻ ഭരണകൂടം കാട്ടിയില്ല. വെനസ്വലയല്ല ഇറാൻ എന്ന് ട്രംപിന് ഒരുപക്ഷെ മനസ്സിലായിട്ടുണ്ടാകും. അമേരിക്കയുമായി മുഖത്തോട് മുഖം സംസാരിക്കാനുള്ള ധൈര്യം ഇറാനുണ്ട്. അവരുടെ നേതാക്കളെയും ആണവ ശാസ്ത്രജ്ഞരെയും കൊന്നൊടുക്കി. പക്ഷേ തുടങ്ങിവെച്ച ആണവ പരിപാടി ഇപ്പോഴും മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഇറാൻ. നാളെ എന്ത് സംഭവിക്കും എന്നത് നാളത്തെ കാര്യം. ഇന്നെന്തായാലും പോരാടും. അതാണ് ഇറാന്റെ നിലപാട്. ഇറാനിയൻ ഭരണകൂടവും ജനതയും അത് വീണ്ടും വീണ്ടും കാണിക്കുന്നുണ്ട്. പഴയ പേർഷ്യയായിരുന്ന ഇറാന് ചാരി നിൽക്കാൻ വളരെ ശക്തമായ ഒരു പാരമ്പര്യമുണ്ട്. അത് അമേരിക്കൻ ചരിത്രത്തെക്കാൾ മുന്നേ തുടങ്ങിയതാണ്. നൂറ്റാണ്ടുകളായി പോരാടിയാണ് ഇന്ന് കാണുന്ന ഇറാനിലേക്ക് ആ രാജ്യം എത്തിയത്. കഴിഞ്ഞ വർഷം ഇറാന് മേൽ 12 ദിവസം ബോംബുകൾ വർഷിച്ച് നിരവധി പേരെ കൊലപ്പെടുത്തിയ അമേരിക്കയും ഇസ്രായേലും പരമോന്നത നേതാവായ ആയത്തുള്ള ഖമനിയെയും വധിക്കുമെന്ന് പ്രഖ്യാപിച്ചു. പക്ഷേ ചെയ്തില്ല. എന്തുകൊണ്ട്? വധിക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് ആദ്യത്തെ കാരണം. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് എന്ന അതീവ വിശ്വസ്ത സേനാ വിഭാഗം ഖമനിയെ ഒളിവിൽ പാർപ്പിച്ചു. വെനസ്വലയിലേത് പോലെ ചുരുക്കം ചില ബോഡി ഗാർഡുകൾ അല്ല ഖമനിയ്ക്കുള്ളത്. ജീവൻ കൊടുത്തും സ്വന്തം നേതാവിനെ സംരക്ഷിക്കുന്നവരാണ്. ഇറാനെ ആക്രമിക്കുന്നതിൽ നിന്ന് അന്ന് പിന്മാറിയതിന് മറ്റൊരു കാരണം, എവിടെ ആക്രമിക്കണമെന്ന് തീരുമാനിക്കാൻ കഴിയാത്തതാണ്. ജനങ്ങളെ ആക്രമിച്ചാൽ ഇറാൻ ജനതയുടെ രക്ഷകർ എന്ന സ്വയം അവകാശപ്പെടലിന് തിരിച്ചടിയാകുമെന്ന് അമേരിക്ക മനസ്സിലാക്കി. ലോകമെമ്പാടും പല കാരണങ്ങൾ പറഞ്ഞ് യുദ്ധം നടത്തിയിട്ടുള്ള രാജ്യമാണ് അമേരിക്ക. സ്വന്തം നേട്ടത്തിന് വേണ്ടിയാണ് എങ്കിലും സമാധാനമുണ്ടാക്കാൻ എന്ന പേരിലായിരുന്നു പലപ്പോഴും യുദ്ധങ്ങളിൽ ഏർപ്പെട്ടത്. പക്ഷേ ഗൾഫ് മേഖലയിൽ അമേരിക്ക വിചാരിച്ച പോലെ കാര്യങ്ങൾ നീക്കാനാകില്ല. 40,000 സൈനികർ ഗൾഫ് മേഖലയിൽ തമ്പടിച്ചിട്ടുണ്ട്. പക്ഷേ അമേരിക്കയുടെ നിലപാട് ഗൾഫ് രാജ്യങ്ങളുടെ തീരുമാനം പോലെയിരിക്കും. ഇറാനെ ആക്രമിക്കുന്നതിനെ സൗദി അറേബ്യ ശക്തമായി എതിർത്തു. അമേരിക്കയും ഇറാനുമായി ആയിരക്കണക്കിന് കിലോമീറ്ററുകളുടെ ദൂരമുണ്ട്. അതുകൊണ്ട് അമേരിക്കയ്ക്ക് ഒരു പരിധിവരെ ഇറാന്റെ ആക്രമണങ്ങളെ പേടിക്കേണ്ട. പക്ഷേ സൗദിക്ക് അങ്ങനെയല്ല. അമേരിക്ക ഇറാനെ ആക്രമിച്ചാൽ ഇറാൻ സൗദി ഉൾപ്പെടെയുള്ള ഗൾഫ് മേഖലയിലെ രാജ്യങ്ങളെ ആക്രമിക്കും. സൗദി, ഖത്തർ, ഒമാൻ, കുവൈറ്റ്, ബഹ്റൈൻ, ഗൾഫിലെ എല്ലാ രാജ്യങ്ങളും അമേരിക്കൻ ആക്രമണ പദ്ധതിയെ എതിർത്തിട്ടുണ്ട്. അമേരിക്കയും ഇറാനും തമ്മിലെ ആശയവിനിമയം പൂർണ്ണമായും ഇല്ലാതായതോടെ ഇവർ ആശങ്കയുടെ മുൾമുനയിലായിരുന്നു. അതും ഇറാനെ ആക്രമിക്കുന്നതിൽ നിന്ന് അമേരിക്കയെ പിന്തിരിപ്പിച്ചു എന്ന് വേണം കരുതാൻ. മറ്റൊന്ന്, ആയത്തുള്ള ഖമനിയെ മാറ്റി പകരം ആരെ പ്രതിഷ്ഠിക്കും എന്ന ചോദ്യമാണ്.
അമേരിക്കയിലുള്ള ഇറാന്റെ കിരീടാവകാശി റസ പഹലവിക്ക് ഇറാനിൽ വലിയ ജനപിന്തുണ ഇല്ലെന്ന് ഡൊണാൾഡ് ട്രംപ് തന്നെ പറഞ്ഞു. അപ്പോൾ നേതാവില്ലാത്ത അവസ്ഥ ഇറാനിൽ സംജാതമാകും. ഇതേ അവസ്ഥയാണ് അമേരിക്ക ഇല്ലാതാക്കിയ ചില ഭരണകൂടങ്ങളിൽ സംഭവിച്ചത്. ഇറാഖും സിറിയയും അഫ്ഗാനിസ്ഥാനും അതിലേക്ക് വിരൽ ചൂണ്ടുന്നു. അസംസ്കൃത എണ്ണ ഉൾപ്പെടെ ഇറാനിൽ നിന്ന് എടുക്കാവുന്ന വസ്തുക്കളുടെ വലിയ പട്ടിക തന്നെയുള്ള അമേരിക്കയ്ക്ക് നാഥനില്ലാത്ത രാജ്യത്ത് നിയന്ത്രണമുണ്ടാകില്ല. പുതിയ ശക്തികൾ രാജ്യത്തുണ്ടാവുകയും അത് ഇറാനെ അരക്ഷിതാവസ്ഥയിലേക്ക് എത്തിക്കുകയും ചെയ്താൽ ഇതുവരെ ചെയ്തതെല്ലാം നഷ്ടക്കച്ചവടമാകുമെന്ന് അമേരിക്കയ്ക്കറിയാം. കഴിഞ്ഞ 3 ദശാബ്ദത്തിനിടെ 4 പ്രാവശ്യം ഇറാനിൽ ഭരണകൂടത്തിനെതിരെ പ്രക്ഷോഭങ്ങളുണ്ടായി. നിരവധി പേർ ഓരോ തവണയും കൊല്ലപ്പെട്ടു. ഓരോ തവണയും പ്രക്ഷോഭത്തെ ഭരണകൂടം അടിച്ചൊതുക്കി. ഭരണമാറ്റം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇത്തവണയും അത് ഉണ്ടാകുമോ എന്നത് സംശയമാണ്. ആ ചരിത്രം മുന്നിലുള്ളപ്പോൾ പ്രക്ഷോഭകരെ പിന്തുണച്ച് ആയത്തുള്ള ഖമനിയെ മാറ്റിയാലും അമേരിക്കയ്ക്ക് ഗുണമുണ്ടാകില്ല. അമേരിക്ക ഇറാനെ ആക്രമിക്കുന്നതിൽ നിന്ന് പിന്മാറുന്നതിന് മറ്റൊരു കാരണം ആ ആക്രമണം അമേരിക്കയ്ക്കുണ്ടാകുന്ന പരിക്കുകളാണ്. 2000 കിലോമീറ്റർ പരിധിയിൽ വരെ ആക്രമണം നടത്താനുള്ള ബാലിസ്റ്റിക് ക്രൂസ് മിസൈലുകൾ ഇറാനുണ്ട്. അമേരിക്കയിലേക്ക് എത്തില്ല എങ്കിലും ഇറാഖ്, സിറിയ, ഖത്തർ, ബഹ്റൈൻ എന്നിവിടങ്ങളിലെ അമേരിക്കൻ സൈനിക ആസ്ഥാനങ്ങൾ ഇറാന്റെ ആക്രമണ പരിധിയിൽ വരും. സൈനികരെ മാറ്റാൻ കഴിയും, പക്ഷേ ആയുധങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും മാറ്റാൻ ചുരുങ്ങിയ സമയം പോരാ. കോടിക്കണക്കിന് ഡോളറിന്റെ നഷ്ടമുണ്ടാകും. ഇവയ്ക്ക് പുറമെ അമേരിക്കയ്ക്ക് ഗൾഫ് മേഖലയിൽ നാവിക ആസ്ഥാനമുണ്ട്. അമേരിക്ക എണ്ണയ്ക്ക് വേണ്ടിയാണ് വെനസ്വലയ്ക്ക് ശേഷം ഇറാനെ ലക്ഷ്യമിടുന്നത്. പക്ഷേ ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള എണ്ണക്കപ്പലുകളുടെ യാത്ര തടസ്സപ്പെട്ടാൽ അത് ലോകമെമ്പാടും എണ്ണവില കുതിച്ചു കയറാൻ കാരണമാകും. ലോകത്ത് ആകെയുള്ള എണ്ണ വ്യാപാരത്തിന്റെ 20% ഹോർമൂസ് കടലിടുക്കിനെ ആശ്രയിച്ചാണ്. അവിടെ ഇറാൻ പ്രശ്നമുണ്ടാക്കിയാൽ കടിച്ചതും പോയി പിടിച്ചതും പോയി എന്ന അവസ്ഥ വരും. ഹോർമൂസ് കടലിടുക്കിലൂടെ പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് പോകുന്ന കപ്പലുകളെ അന്തർവാഹിനികൾ ഉപയോഗിച്ച് തകർക്കാൻ ഇറാന് കഴിയുമെന്ന് അമേരിക്കയ്ക്കറിയാം. ഈ തലവേദനകൾക്കിടെ ഇറാന്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഹൂതി പോരാളികളും കപ്പൽ ആക്രമണങ്ങൾ നടത്താം. എണ്ണവില കൂടിയാൽ അമേരിക്കയിൽ തന്നെ ട്രംപിനെതിരെ ജനങ്ങൾ തിരിയും. അമേരിക്കൻ സ്ഥാപനങ്ങളിൽ ഇറാനിയൻ ഹാക്കർമാർ സൈബർ ആക്രമണം കൂടി നടത്തിയാൽ പരുങ്ങലിലാകുന്നത് ട്രംപാകും. ചരിത്രം പരിശോധിച്ചാൽ രാജ്യത്ത് ആക്രമിച്ച് ഇറാനിൽ ഭരണകൂടത്തെ മാറ്റാം എന്ന അമേരിക്കൻ ആശയം നടപ്പാകില്ല എന്ന് പറയാം. ഇറാനിൽ ഭരണമാറ്റം വന്നത് ജനകീയ പ്രക്ഷോഭത്തിലാണ്. 1979 ഇസ്ലാമിക വിപ്ലവമാണ് നിലവിലെ ഭരണവ്യവസ്ഥ കൊണ്ടുവന്നത്. അതുകൊണ്ട് ഇനിയും മാറ്റം വേണമെങ്കിൽ അത് കൊണ്ടുവരേണ്ടത് ജനങ്ങൾ തന്നെയാണ്. അമേരിക്കയുടെ ഭീഷണിയോ തന്ത്രങ്ങളോ വകവയ്ക്കുന്ന ഒരു രാജ്യമല്ല ഇറാൻ. മനുഷ്യാവകാശത്തിന് പുല്ലുവില കൊടുക്കുന്ന രാജ്യമെങ്കിലും ട്രംപിന്റെ ഭീഷണിയെ നിസ്സാരമായി തള്ളുന്ന ഇറാൻ മറ്റ് രാജ്യങ്ങൾക്ക് മാതൃകയാവുകയാണ്.